മദ്രസയിൽ നിന്നും സ്ഥിരമായി മോശപ്പെട്ട അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അടിസ്ഥാന മര്യാദ പോലും ഇല്ലാത്തവരാണ് മതം പഠിപ്പിക്കുന്നത് എന്ന് ഫറാശീബില. മോളെ സത്യം പറ, എത്ര പണം മേടിച്ചു മോള്? ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ തള്ളിപ്പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് പണത്തിന്റെ ചാകരയാണ്. ഇന്ത്യയിൽ ഇസ്ലാം മത വിരോധികൾ ഉള്ളത് കൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച ആൾക്കാർക്ക് പണം ഉണ്ടാക്കുവാൻ ഇനി മടിക്കു തഴിക്കേണ്ട കാര്യമില്ല. എത്ര മഹത്വം നിറഞ്ഞ മതമാണ് ഇസ്ലാം മതം. ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞാലും കാശ്, ഇസ്ലാമിൽ നന്മ ചെയ്താലും അള്ളാഹുവിന്റെ കയ്യിൽ നിന്നും കാശ്. ലക്ഷക്കണക്കിന് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു മതസ്ഥാപനമാണ് മദ്രസ എന്നത്. അതിൽ വിരലിലെണ്ണാവുന്ന നരമ്പന്മാരായ അധ്യാപകർ ഉള്ളതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മദ്രസകളെയും കുറ്റം പറയുന്നത് ശരിയാണോ? മദ്രസ അധ്യാപകരുടെ പീഡനം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലാണ്. പക്ഷേ മറ്റുള്ള മതങ്ങളിൽ വളരെ പൈശാചികമായി ക്രൂരമായിട്ടുള്ള ബലാത്സംഗങ്ങൾ, പീഡനം നടക്കുന്നില്ലേ? ഇവിടെ മദ്രസ പീഡനം മാത്രം വെണ്ടക്ക അക്ഷരത്തിൽ എടുത്തു പറയുന്ന നാറിയുടെ ലക്ഷ്യം പച്ചയായി പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിലേക്ക് ആൾക്കാരുടെ ഒഴുക്ക് വൻതോതിലാണ്. യൂറോപ്പിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരിയുടെ വാക്കുകൾ എന്നെ വല്ലാതെ കോരിത്തെരിപ്പിച്ചു. നിങ്ങളും കേൾക്കൂ. ഇവർ പറയുന്നത് ഇസ്ലാമിൽ ഫെമിനിസം ആവശ്യമില്ല, കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും ഇസ്ലാം മതം കൊടുത്തിട്ടുണ്ട് എന്നാണ്. മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്ത് സ്വന്തമാക്കാനും സ്വത്ത് അനന്തരാവകാശമായി നേടാനും ബിസിനസ് നൽകാനുമുള്ള അവകാശം ഇസ്ലാം നൽകി. യൂറോപ്പിൽ ഒരു കാലത്ത് സ്ത്രീകളെ തന്നെ വസ്തുക്കളായി കണക്കാക്കി ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ലഭിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹു വലിയൊരു പണ്ഡിത ആയിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ അവരുടെ അറിവിൽ നിന്നും പഠിച്ചിരുന്നു. വിവാഹത്തിൽ ഇസ്ലാം സ്ത്രീകളെ സംരക്ഷിക്കുന്നു. വിവാഹത്തിന് മുമ്പ് അവളുടെ സമ്മതം നേടാനും അവളെ നിർബന്ധിക്കാനും പാടില്ല. വിവാഹം നല്ല നിലയിൽ പോകുന്നില്ലെങ്കിൽ വിവാഹ മോചനം നേടാൻ അവൾക്ക് അവകാശമുണ്ട്. ഇസ്ലാമിന് മുമ്പ് പെൺകുട്ടികളെ ഭാരമായി കണ്ടിരുന്നു, അവരെ കത്തിക്കുക വരെ ചെയ്തിരുന്നു. ഇസ്ലാം വന്നു അതെല്ലാം മാറ്റി. പെൺമക്കൾ അനുഗ്രഹമാണെന്ന് പഠിപ്പിച്ചു ഇസ്ലാം മതം. ആണുങ്ങളിൽ നല്ലവൻ പെണ്ണുങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ് ഉത്തമൻ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മതത്തിനെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹുവിന് മുമ്പിൽ തുല്യരാണ്. ഇരുവരുടെയും പ്രവൃത്തികൾ കണക്കാക്കി പ്രതിഫലം നൽകുന്നു. പ്രധാന കാര്യം എന്തെന്നാൽ ഫെമിനിസ പ്രസ്ഥാനം മുസ്ലിം രാജ്യങ്ങളിലല്ല തുടങ്ങിയത്. The feminism movement did not start in Muslim lands. It began in Christian European countries and states because women there were being denied basic rights. Think of names like Mary Wollstonecraft, Susan B. Anthony, Elizabeth Cady Stanton. They were fighting for rights. Muslim women already had centuries at our rights. It's not Islam that oppresses women. Islam already gave us everything we need.